ആശാ സമരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇത്രയധികം രാഷ്ട്രീയ പോര് നടക്കുന്നത് വളരെ സൂക്ഷ്മമായി നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. ഇതിൽ കൃത്യമായി ഇടപെട്ട് കഴിഞ്ഞ ദിവസം മുദ്രാവാക്യങ്ങളെല്ലാം കൃത്യമായ രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളുമായിരുന്നു. ഇത്രയും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഈ സംസ്ഥാനത്ത് വളരെ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അടിസ്ഥാന ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി നടക്കുമ്പോൾ ഇത്രയും രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ? നിങ്ങൾ എങ്ങനെയാണ് ഈ വിവാദങ്ങളെ കാണുന്നത്? ഞങ്ങൾ ഈ വിവാദങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഇടയിലുള്ള വിലയിരുത്തലുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായൊരു കാര്യം, ഈ വിവാദങ്ങൾക്കപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് പോകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഞങ്ങൾ 2023 പാർലമെൻറ്റ് മാർച്ച് നടത്തിയിരുന്നു. ഞങ്ങൾ അന്ന് ഉന്നയിച്ചിരുന്നത് ആശാ വർക്കർമാർ 1 കോടി സ്കീം വർക്കേഴ്സ് ഈ രാജ്യത്തുണ്ട്. 10 ലക്ഷം ആശാ വർക്കർമാരുടെ രാജ്യത്ത് ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിച്ച് ഒരു തൊഴിലാളിക്ക് വേണ്ടുന്ന അവകാശങ്ങൾ മുഴുവൻ, കൂലിയടക്കമുള്ള മുഴുവൻ അവകാശങ്ങളും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പാർലമെൻറ്റിൽ മാർച്ച് നടത്തിയത്. അതിനകത്ത് ഞങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ട്. ഞങ്ങൾ 2025 ഈ സമരം നടത്തുമ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനായതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അതത് സംസ്ഥാന സർക്കാരുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ടും ഇപ്പോൾ നേരത്തെ ശ്രീമാൻ അനിൽകുമാർ ഇവിടെ പറഞ്ഞല്ലോ, 7000 രൂപ വരെ എത്തിച്ചു. ആരാണ് എത്തിച്ചത്? കേന്ദ്ര ഗവൺമെൻറ് അല്ലല്ലോ, ഈ സംസ്ഥാന ഗവൺമെൻറ്റിൽ എത്തിച്ചത്. അപ്പോൾ എല്ലാ വർഷവും വർദ്ധിപ്പിച്ചെങ്കിൽ 9000 രൂപയാകണമായിരുന്നു, അത് പോട്ടെ. പക്ഷേ എന്നിരുന്നാലും 7000 രൂപ കൊണ്ട് എത്തിച്ചത് സംസ്ഥാന സർക്കാരാണല്ലോ, കേന്ദ്ര ഗവൺമെൻറ് അല്ലല്ലോ എത്തിച്ചത്. അപ്പോൾ അത് വർദ്ധിപ്പിക്കണമെന്നാണ് പറയുന്നത്. എന്താണ് വിഷയം? എന്താണ്? ഇപ്പോൾ കിട്ടുന്ന കൂലി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, ഈ വേതനം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം അത് കൃത്യമായി കിട്ടുന്നില്ല, അത് വല്ലപ്പോഴുമാണ് കിട്ടുന്നത്. ആളുകൾക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല, കടം വാങ്ങാൻ പോലും ഒരാളില്ല. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള ആളുകൾ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾ, വിധവകൾ തുടങ്ങി വലിയ സാമ്പത്തിക പരാധീനത അനുഭവപ്പെടുന്ന സ്ത്രീകൾ നിർബന്ധിതമായൊരു ജോലി ചെയ്യുകയാണ്. അത് വോളണ്ടിയർ സർവീസ് അല്ല, അത് വോളണ്ടറി സർവീസ് അല്ല, പേരിൽ മാത്രമേ ഉള്ളൂ. സേവനം എന്ന് പറയുന്നത് വളരെ നിർബന്ധിതമാണ്. അപ്പോൾ മറ്റൊരു ജോലിക്കും പോകാൻ പറ്റാത്ത വണ്ണം ഇങ്ങനെ കുടുക്കിനിട്ടിരിക്കുകയാണ്, രാത്രിയും പകലൊന്നുമില്ലാതെ. കഴിഞ്ഞ ദിവസം മന്ത്രിയെടുത്ത് ചർച്ചയ്ക്ക് മന്ത്രി പറഞ്ഞു കേട്ടു, നിങ്ങൾ 2 ദിവസം നിങ്ങൾ നന്നായി ജോലി ചെയ്താൽ 10000 രൂപയ്ക്കുള്ള ജോലിയായി, ബാക്കി ദിവസങ്ങൾ നിങ്ങൾക്ക് മറ്റു പണിക്ക് പോകുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? 30 ദിവസം പണി ചെയ്തിട്ട് 7000 രൂപ കിട്ടുന്നില്ല. അതാണ് അവസ്ഥ. കാരണം നിബന്ധനകളടക്കം വെച്ചുകൊണ്ട് 7000 രൂപ കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ആശാ വർക്കർമാർ പറയുന്നു, നിങ്ങൾ മറ്റു സമയത്ത് വേറെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടുംബം പുലർത്തണമെങ്കിൽ നിങ്ങൾ വേറെ പണിക്കും കൂടെ പോകണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇത് പച്ചയ്ക്ക് പറയാണ്. അപ്പോൾ ഇത് നടക്കില്ല സ്മൃതി. ഇത് സ്ത്രീ തൊഴിലാളികളുടെ മേൽ നടക്കുന്ന ഈ ചൂഷണം, ഇതൊരു തൊഴിൽ ചൂഷണമാണ്. ഇതൊരു തൊഴിൽ ചൂഷണമെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ അഡ്രസ്സ് ചെയ്യണം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും 1 കോടി സ്ത്രീ തൊഴിലാളികൾ ഈ സ്കീം വർക്കേഴ്സിൻ്റെ ഭാഗമായി ചൂഷണത്തിന് വിധേയമാവുകയാണ്. ഇത് അഡ്രസ്സ് ചെയ്യണ്ടേ? മറ്റു ധാരാളം വിഭാഗങ്ങളുണ്ടെന്നും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഞങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമരമുഖത്തേക്ക് വരുമ്പോൾ, ഒന്നൊന്നായി പുറത്തേക്ക് വരുമ്പോൾ അത് മറച്ചു വയ്ക്കാൻ നടത്തുന്ന അഭ്യാസങ്ങൾക്കപ്പുറത്തേക്ക് ഇതിനകത്ത് യാതൊരു വസ്തുതയുമില്ല. അതുകൊണ്ടാണ് മന്ത്രിക്ക് CITUക്കാരെ 2ാമത്തെ ദിവസം ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ ഒരു സ്വതന്ത്രമായൊരു യൂണിയൻ സമരം ചെയ്താൽ, അവകാശങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയാൽ അവരെ 40ാം ദിവസവും അവരുടെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കില്ല. 2 തവണ എന്താ ചെയ്തത്? 2 തവണയും പേരിന് വിളിച്ചു ചേർത്തിട്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് പറയുന്നു, ഖജനാവിൽ പണമില്ല, നിങ്ങൾ ദേവി പിരിഞ്ഞു പോകണമെന്ന് ഞങ്ങളോട് തൊഴുതുകൊണ്ട് പറയാണ്. അപ്പുറത്തു നിന്നും ഇപ്പുറത്തുനിന്നും സമവായം എന്നതാണ് സമരം അവസാനിപ്പിക്കാൻ ഉള്ള ഒരു മാർഗം എങ്കിൽ നിങ്ങളുടെ ഒരാവശ്യവും ചർച്ചക്കെടുത്തില്ല എന്നാണ് പറയുന്നത്. ഒരാവശ്യവും പരിഗണിക്കുകയോ അതിലൊരു ചർച്ച ഉണ്ടാവുകയോ ചെയ്തില്ല. പകരം സാമ്പത്തിക പ്രതിസന്ധിയാണ്, പിന്മാറണം എന്ന 2 വാക്കാണോ ഈ 1 മണിക്കൂർ ചർച്ചയിൽ ഉണ്ടായത്? ഓണറേറിയത്തിന് നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഈ സമരം തുടങ്ങിയ കാലം മുതൽ. ആ നിബന്ധന ഉണ്ടാക്കിയ കാലം മുതൽ CITU ഏർപ്പെടുത്തിയതാണ് ഈ ഓണറേറിയത്തിൻ്റെ നിബന്ധന എന്നത്. 2000 രൂപയായിരുന്നു ഓണറേറിയം, 4000 രൂപയെ വർദ്ധിപ്പിക്കുമ്പോൾ അന്ന് 10 മാനദണ്ഡങ്ങൾ ആവശ്യപ്പെട്ട് ഒരു സർക്കാരിനോട് അങ്ങോട്ട് പോയി ഒരു തൊഴിലാളി സംഘടന നിങ്ങൾ കൂലി കൊടുക്കുമ്പോൾ ചില ഓണറേറിയം നിബന്ധനകൾ വെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഏർപ്പാടാക്കിയതാണ്. ഞങ്ങൾ അന്ന് മുതൽ പ്രക്ഷോഭത്തിലാണ്. പക്ഷേ ഈ സമരമുഖത്ത് വരുമ്പോൾ എന്ത് മന്ത്രി പറഞ്ഞു? ആ 10 നിബന്ധന എടുത്തു മാറ്റാമെന്ന് പറഞ്ഞു. എടുത്തു മാറ്റിയതായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. പക്ഷേ ഉത്തരവ് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ
ഇടതുകാലിൽ നിന്ന് മന്തെടുത്ത് വലതുകാലിൽ വെച്ചിരിക്കുന്നു. 3000 രൂപ എന്ന് പറയുന്ന ഫിക്സഡ് ഇൻസെൻറ്റീവിന് നമ്മൾ ഓർക്കണം, ഫിക്സഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഫിക്സഡ് ഓണററി എന്ന് പറഞ്ഞാൽ അതിന് മാനദണ്ഡങ്ങളില്ല, ഫിക്സഡ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങളില്ല. പക്ഷേ ഈ ഫിക്സഡ് ഇൻസെൻറ്റീവിൽ മാനദണ്ഡങ്ങൾ കൊണ്ട് വെച്ചിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഇൻസെൻറ്റീവിന് കുറവ് വന്നാൽ നിങ്ങളുടെ ഓണറേറിയം പകുതിയായി കുറയും. എത്ര വിചിത്രമായ ഉത്തരവ്! ഞങ്ങൾ ചോദിച്ചു, ഇതെങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുന്നു? ആ വിഷയത്തിൽ 1 മണിക്കൂറിലേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തി. മന്ത്രിയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് ഒരു പാളിച്ചയുമില്ലെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും എന്നിട്ട് അവസാനം ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ചോദിച്ചു, അപ്പോൾ ഞങ്ങൾക്ക് എത്ര തരും, ഓണറേറിയം എത്ര തരും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെന്താ ലേലം വിളിക്കുകയാണോ? സർക്കാരിൻ്റെ കയ്യിൽ ഖജനാവിൽ പൈസയൊന്നും അറിയില്ലേ? കാരണം ഈ കേരളത്തിൽ ആരും നികുതി കൊടുക്കുന്നില്ലല്ലോ. കഴിഞ്ഞ 10 വർഷമായിട്ട് നികുതി കൊടുക്കാത്ത ഒരു ഗവൺമെൻറ്റാണോ ഇരിക്കുന്നത്? അപ്പോൾ പണമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ദയവായി പിരിഞ്ഞു പോകണമെന്ന് അഭ്യർത്ഥിക്കാനാണ് വിളിച്ചതെന്ന് മന്ത്രി രണ്ടാമത്തെ ചർച്ചയിൽ ആവർത്തിക്കുന്നു. അതെന്തിന് ഞങ്ങളെ വിളിച്ചു വരുത്തി പറയണം? ഒരു മാധ്യമത്തിലൂടെ പറഞ്ഞാൽ പോരെ? ശരി, ഇതാണ് ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ചോദ്യം.